ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഡെയിലി വ്ളോഗിൻ്റെ കൂടെ ഫുഡിൻ്റെ കാര്യങ്ങളും കൂടെ ഞാൻ എൻ്റെ വ്ളോഗിൽ ചേർക്കുന്നുണ്ട്. എനിക്ക് പറഞ്ഞ മെസ്സേജുകൾ നിനക്ക് ഡിസിപ്ലിൻ ഇല്ല, ഇത്രയുള്ള ഡിസിപ്ലിൻ 55 ദിവസം കൊണ്ട് ഇത്രയും ഡയറ്റ് എടുത്ത് ഒറ്റയടിക്ക് തീർത്തില്ല. ടൈമാണ് മസിൽ ഗ്രോത്ത് വരാൻ വേണ്ടി പക്കയുടെ ഡയറ്റ് എടുക്കാനുള്ള ടൈം എന്നൊക്കെയാണ് പറ്റുള്ളവർ പറയുന്നത്. 2 കൊല്ലം മുമ്പ് 110 നിന്ന് ഒരു 58 കിലോ ആക്കാമെങ്കിൽ എനിക്ക് എങ്ങനെയാണെന്ന് എനിക്ക് തിരിച്ച് ബാക്ക് ടു 2 ആഴ്ച കൊണ്ട് ട്രാക്കിലായിട്ട് ആവാനും എനിക്കറിയാം. 2 കൊല്ലം മുമ്പ് കഴിക്കാത്ത സാധനങ്ങളും അതുപോലെ 55 ഡയറ്റ് എടുത്ത സമയത്ത് കൊതിയുള്ള സാധനങ്ങളാണ് ഞാൻ കഴിക്കുന്നത്. ഡിസിപ്ലിൻ ആണെന്ന് കാണിച്ചിട്ട് നമ്മളല്ലാത്ത ആഹാരങ്ങൾ മൊത്തം കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് നമ്മളെ വീഡിയോസിലൂടെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളോടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എന്തായാലും മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമ്മൾ ചെയ്യാൻ നിന്ന് അതിനെ ടൈം കാണുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യുക. അതാണ് എനിക്ക് നിങ്ങളോടും എല്ലാവരുടെയും പറയാനുള്ളത്. കോളേജിൽ നമുക്കിപ്പോൾ സെം എക്സാം നടക്കണം. അപ്പോൾ രാവിലെ കുളിച്ച് ഫ്രഷ് ആയിട്ട് നേരെ നമ്മൾ കോളേജിൽ പോയി കുറച്ച് ലേറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ എക്സാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി. അപ്പോൾ വരണ വഴിക്ക് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നെടുമങ്ങാട് പഴകുറ്റി ആ റൂട്ടാണ്. പിന്നെ നേരെ ഒരു തട്ടുകട കയറി ഒരു ചായയും 2 ബോണ്ടയും കഴിച്ചു. നല്ല തണുപ്പും ഉണ്ടായിരുന്നു, മഴയുണ്ട്. അപ്പോൾ ചൂട് ചായയും നമുക്ക് ഇഷ്ടമുള്ള ഒരു കടിയും കഴിക്കുമ്പോൾ ഒരു സുഖം അത് വേറെ ലെവല. കഴിച്ചിരുന്നപ്പോൾ വീണ്ടും ഒരെണ്ണം വാങ്ങിച്ചു. നല്ല ചൂട് ബോണ്ടയാണ്. അവർ അപ്പം ഉണ്ടാക്കിയിട്ട് തരണയാണ് നമുക്ക്. പുള്ളിക്കാരൻ ഇവിടെ ചായ കുടിക്കാൻ വന്നതാണ്. പുള്ളിക്കാരൻ ഡെലിവറി ഓടുന്നതാണ് ഫ്ലിപ്കാർട്ടിന്റെ. പുള്ളിക്കാരനെ കണ്ടപ്പോൾ എന്നെയാണ് ഓർമ്മ. നമ്മൾ ഈ സ്വിഗ്ഗി ഓടുന്ന ടൈമിലായാലും ഈ മഴയത്തായാലും നമ്മൾ പോകും. അതുപോലെ ഈ സമയത്തൊന്നും നമ്മൾ നേരെ ചുവ ഭക്ഷണം കഴിക്കില്ല. എന്തെങ്കിലും ഒരു 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് ഫുഡ് കഴിക്കും, മാക്സിമം കാശും കൂടെ ലാഭിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ ഒരു പബ്സും ഒരു ബണ്ണും കഴിക്കാൻ തോന്നി. അങ്ങനെ ചൂട് പബ്സ് കഴിക്കാൻ നോക്കിയപ്പോൾ തണുത്ത പബ്സ് ആയി പോയി. പിന്നെ ബണ്ണും കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്നു. പിന്നെ ഒരു ആൽമണ്ട് ഫ്ലേവറിന്റെ ഒരു ഐസ്ക്രീം കഴിച്ച ശേഷം പിന്നെ നമുക്കൊരു കപ്പൻ ലൂട്ട ഉണ്ടായിരുന്നു, അതും കഴിച്ചു. ഡയറ്റ് തീർന്നതിന്റെ തലേ ദിവസം ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചു വെച്ചിരുന്നു. അതൊക്കെയാണ് ഞാൻ ഇരുന്ന് കഴിക്കുന്നത്. 8 മണിയായപ്പോൾ നമ്മളൊരു പഴംപൊരിയും ബീഫും കഴിച്ചു. അമ്മാതിരി ടേസ്റ്റ്. അത് കഴിഞ്ഞ് പിന്നെ റോസ്റ്റഡ് നമുക്ക് പഴംപൊരി അതിലുള്ള ഫില്ലിങ്സ് തേങ്ങയും ശർക്കരയും അങ്ങനത്തെ ഐറ്റംസുകളാണ്. പിന്നെ ഒരു ഷവർമയും കഴിച്ചിട്ട് ഇന്നത്തെ ഡേ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഓക്കെ, ബൈ.